എങ്ങനെയുണ്ടായിരുന്നു നീന്തിട്ട്? സൂപ്പറായിരുന്നു. ഇത് ആരാ ആദ്യം നീന്തണം എന്ന് പറഞ്ഞ കാര്യം? ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനം എടുത്തോ? എത്രല്ല പഠിക്കണം രണ്ടുപേരും കൂടി? എത്രയല്ല പഠിക്കണ? UKG പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഈ ഇത്രയും വലിയ കായലിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എന്താ തോന്നിയേ? ചാടാൻ തോന്നി. അങ്ങനെ ചാടി അങ്ങനെ നീന്തി വന്നല്ലേ? അപ്പൊ റെക്കോർഡ് കരസ്ഥമാക്കി. എന്ത് റെക്കോർഡാ? വേൾഡ് റെക്കോർഡ്. വേമ്പനാട്ട് കായലിന്റെ ഓളപ്പരപ്പിനെ കീഴടക്കിയിരിക്കുകയാണ് കോട്ടയം വൈക്കം കുലശേഖരമംഗലം സ്വദേശികളായ ഇരട്ടക്കുട്ടികൾ. വെള്ളൂർ ഭവൻസ് ബാലമന്ദിറിലെ UKG വിദ്യാർത്ഥികളായ നൈവേദ്യ ഹരീഷും നിഹാരിക ഹരീഷുമാണ് 9 കിലോമീറ്റർ ദൂരം വേമ്പനാട്ട് കായലിന് കുറുകെ താണ്ടി വേൾഡ് വൈഡ് റെക്കോർഡ്സിൽ ഇപ്പോൾ ഇടം നേടാൻ ശ്രമിക്കുന്നത്. തവണക്കടവിൽ നിന്നും വൈക്കം ബീച്ച് കരയിലേക്കാണ് ഇരുവരും നീന്തിയെത്തിയത്. അങ്ങനെ വേമ്പനാട്ട് കായൽ നീന്തിക്കിടന്ന രണ്ട് ഇരട്ടക്കുട്ടികളായിട്ടുള്ള നിഹാരികയും നൈവേദ്യയും അല്ലേ? എന്താ പേര്? നിഹാരിക. എങ്ങനെ ഉണ്ടായിരുന്നു നീന്തല്? സൂപ്പർ. എവിടെയൊക്കെയായിരുന്നു പ്രാക്ടീസ്? കോതമംഗലം, പിന്നെ ഉദയനാവരം ആണല്ലേ? ഇപ്പൊ നീന്താൻ വന്നപ്പോഴത്തേക്ക് എന്താ തോന്നി? ഇത്രയും വലിയ കായൽ ഇങ്ങനെ മദ്യപാനം അവതരിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ പിള്ളേരും നീന്തൽ പേടിയാണല്ലോ, അതുകൊണ്ടാണ് നീന്തൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നീന്തൽ പഠിച്ച ഉദയനാവരത്ത് ഷാജികുമാർ സാറിൻ്റെ അടുത്താണ്. അപ്പോൾ സാറാണ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് നീന്തൽ പഠിച്ചു. അപ്പോൾ സാറാണ് പറഞ്ഞത് നമ്മൾക്കിങ്ങനെ കോതമംഗലത്തിൽ ഡോൾഫിൻ ക്ലബ്ബ് ഉണ്ടെന്നും അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കായൽ നീന്താനൊക്കെ നമുക്ക് നോക്കാൻ പറഞ്ഞത്. ചെന്നപ്പോൾ ബി സാറ് പറഞ്ഞു ഓക്കെ നമുക്ക് കുഴപ്പമില്ല, പിള്ളേർ നമുക്ക് നീന്തിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പ്രൗഡാണ്. കുഞ്ഞു മക്കളാണ്, 5 വയസ്സേ ആയിട്ടേ ഉള്ളൂ. എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്, സ്വിമ്മ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. രാവിലെ ഒരു 6:15 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കണം. ഒരിക്കലും എനിക്ക് വയ്യ, ചെയ്യില്ല, എനിക്ക് വേണ്ട, മടി, അല്ലെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് ഒരിക്കലും ചോദിക്കാറില്ല. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഇന്ന് പോകണം അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ 25th ഒരു ഡേയിലേക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ആയിരുന്നു ശരിക്കും.